ഹലോ രാജീവ് സാർ, നമസ്കാരം. രാജീവ് സാർ കോഴിക്കോടാണ്. സാർ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, അതായത് പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണും? ഏകദേശം ഒരു വർഷമായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു വർഷം. ഈ ഒരു വർഷത്തിന് മുമ്പേ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സാർ കേട്ടിരുന്നു. ഞാനിത് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2015 പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഇ-കോമേഴ്സ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. 2020-21 തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലേ ഞാൻ ഇതിനെ ഒരു വിധത്തിലും അതിന്റെ സപ്പോർട്ട് ചെയ്യാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഏകദേശം 2021 കൂടിയിട്ട് അതിന്റെ ഓൺലൈൻ മീറ്റിങ്ങില് നമ്മുടെ ഇപ്പോഴത്തെ ടീമിലല്ല വേറെ ടീമിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അത് ഒരു മാസം പിന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ല. സാർ ഇതിനു മുമ്പേ എന്തായിരുന്നു ചെയ്തത്? ഇപ്പോ ഇത് മാത്രമാണോ ചെയ്തത്, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഇതിനു മുമ്പ് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന അതേ എൻ്റെ കൂടെ തന്നെ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പല കമ്പനി പ്രോഡക്റ്റ് വൈസ് ആയിട്ടുള്ളത്. അല്ലാതെ ക്രിപ്റ്റോ കറൻസിയായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, സാർ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്തു, ഒരുപാട് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മേഖലയിൽ പണം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്, അല്ലേ? പക്ഷെ എന്നാൽ പോലും ഈ ഒരു സബ്ജക്റ്റിനെ വിശ്വസിക്കാനുണ്ടായ ഒരു കാരണം എന്താണ്? ഈ ഒരു സബ്ജക്ട് 2015 സ്റ്റാർട്ട് ചെയ്തിട്ട് 2018 ഇന്ത്യയിലെത്തി ഇന്ന് നിലനിന്ന് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ കണ്ടിന്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ശ്രമം സാറ് നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു വേദി കൃത്യമായി കിട്ടിയത്? ഏത് വിഷയമായാലും നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊരു കൂടുതലും ഓൺലൈൻ മീറ്റിംഗ് തന്നെയാണ് കിട്ടിയത്. 2024 ഞാൻ അത് ഓൺലൈൻ മീറ്റിംഗിൽ കൂടുതൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. അതിൽ 2024 മാർച്ച് തൊട്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബറോടുകൂടി ഞാൻ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നു. അപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ഉപരി ഇതുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ മീറ്റിങ്ങുകൾ സാറ് പങ്കെടുത്തിരുന്നോ? എങ്ങനെയാണ് അതിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്? ഈ ഇൻവെസ്റ്റ്മെന്റ് സാറിപ്പം ഏകദേശം എത്ര രൂപയാണ് ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്തത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 13 ലക്ഷമാണ്. ഓക്കെ, 13 ലക്ഷം. ഒരു 13 ലക്ഷം ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും സാറിന് നഷ്ടങ്ങൾ ഒരുപാട് വന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് ഒരു 10-13 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ പ്രധാനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് ഫാമിലിയുടെ സപ്പോർട്ട് സാറിന് കിട്ടിയത്? ഞാൻ ഇതിന്റെ ഫസ്റ്റിലത്തെ ഫിസിക്കൽ മീറ്റിംഗ് എന്റെ ഫാമിലി കൊണ്ടുവന്നിട്ട് തന്നെയാണ് കൺവിൻസ് ചെയ്തത്. ഫാമിലിയും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് സ്റ്റൈൽ, എങ്ങനെയാണ് ഇതിന്റെ ഇൻകം വരുന്നത് എന്നുള്ള പ്ലാന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെയും കൂടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഫാമിലിയെ കുറിച്ച് ഈ ഒരു ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് സാർ വളരെ ധൈര്യപൂർവ്വം ഈ ഒരു 13 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഓക്കെ. ഈ 13 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സാറിന്റെ ലൈഫിലൊരു മാറ്റങ്ങൾ? ലൈഫിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്താണോ സാറിനോട് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഇപ്പോഴും നടക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ ഇൻവെസ്റ്റ്മെന്റിന് ശേഷം? ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ശേഷം എവരി മന്ത് 1 ലക്ഷം വെച്ച് വാങ്ങിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഫണ്ട് ഞാൻ റീഫണ്ടിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ മറ്റ് വ്യക്തികളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള ഇൻകങ്ങളുണ്ട്. അതേപോലെ തന്നെ കണ്ടത് ഞാൻ 18 ലക്ഷം വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും മാസമുള്ള സാറിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വളരെ സന്തോഷകരവും വളരെ തൃപ്തിയുള്ളതാണെന്നാണ് സാർ പറഞ്ഞത്. ശരിയാണ്. എങ്കിൽ പോലും ഈ ഒരു പ്രൊജക്റ്റുമായി ഇനിയും ഇതിലേക്ക് കടന്നു വരാൻ പോകുന്ന ആളുകളോട് സാറിന് പറയാനുള്ള ഒരു അഭിപ്രായം എന്താണ്? ഞാനിത് ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും ഇത്തരം മേഖലകളിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് വീണ്ടും വളരെ സംശയത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള ആളുകളോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം 2020 ഷായി സാറും മനീഷ് സാറും ഉള്ള സമയത്ത് തന്നെ എനിക്കിത് അറിയാമെങ്കിലും ഞാൻ എന്തായാലും ഞാൻ അതിന്റെ ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നേ വരണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ വരേണ്ടതായിരുന്നു. എന്നാൽ വന്നിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് സ്റ്റൈലിലേക്ക് ഞാനും അതിന്റെ സാമ്പത്തികമായിട്ടുള്ള എത്തുമായിരുന്നു. അത് ഇപ്പം പുതിയ വരേണ്ട ആൾക്കാരോട് പറയാനുള്ള കാര്യങ്ങള് ഇത് ജെന്യുവൻ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. മാർക്കറ്റിൽ ഇത് ഒരുപാട് ഫേക്ക് ഉണ്ട്. അതാണ് ഇതിനകത്ത് വ്യക്തമായ ഫസ്റ്റ് വേണ്ടത്. പിന്നെ ഇതിനകത്ത് വിശ്വാസം, ആൾക്കാർ ഇത് കമ്പനിയെയും അതേപോലെ ഇതിന്റെ ലീഡേഴ്സിനെയും വിശ്വസിക്കുക. ഓക്കെ. അപ്പോൾ സാറ് ഏതായാലും ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം സാറ് പറഞ്ഞതുപോലെ ട്രഡീഷണൽ മേഖലയിലെ ബിസിനസ്, അതുപോലെ തന്നെ മറ്റ് മേഖലകളിലെ പരാജയം, ആ പരാജയത്തിൽ നിന്നും രാജീവ് സാർ പഠിച്ച ഒരുപാട് കാര്യങ്ങളാണ്
ഈ ഒരു മേഖലയിൽ വീണ്ടും ഒരു പരീക്ഷണത്തിന് സാർ തയ്യാറായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തയ്യാറാവുമ്പോൾ സാറിനോട് പറഞ്ഞത് പ്രകാരം ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം ലഭിക്കുന്ന റിട്ടേൺ സാറിന് എല്ലാ മാസവും കൃത്യമായി തന്നെ ലഭിക്കാറുണ്ടോ? കൃത്യമായി ലഭിക്കുന്ന 1-ാം തീയതി കൃത്യമായി ലഭിക്കാറുണ്ട്. അത് ചില ദിവസം 1-ാം തീയതി ബാങ്ക് ലീവോ മറ്റു പ്രശ്നങ്ങളോട് തൊട്ട് തലേ ദിവസം തന്നെ ലഭിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ സാറ് വാങ്ങിക്കുന്നത് പോലെ മന്ത്ലി റിവാർഡ് വാങ്ങിക്കുന്ന ആളുകളുടെ സ്ലിപ്പുകൾ, അതായത് അവർക്ക് കിട്ടുന്ന ഫണ്ട് സ്ലിപ്പുകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ 2 തരത്തിലാണ് ആളുകൾ ആ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. ഒന്ന്, ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ആളുകളെ വശംവദരാക്കുവാനുമാണ് ഇത്തരത്തിൽ പരസ്യം ചെയ്യുന്നത് എന്നുള്ളത്. ചില ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം 75% ആളുകളും ഇതൊക്കെ ആളുകളെ വലയിൽ വീഴ്ത്താനുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ കൂടെ ആദ്യമായി വളരെ ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്ത രാജീവൻ സാറിനോട് ഞാൻ ഈ ഒരു കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോയിൽ സാറിന്റെ നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നതിൽ സാറിന് പ്രയാസമില്ലല്ലോ? അല്ല, അത് എന്തിനു വേണ്ടിയാണെന്നും വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയണമെന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പേൾവെൻ ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറിന്റെ നമ്പർ കൂടി ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രയാസം ഉണ്ടാവില്ല. ഓക്കെ, അതെ, ഓക്കെ. അപ്പൊ തീർച്ചയായും ഒരല്പസമയം സാർ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. വളരെ സന്തോഷം. ഈ മേഖലയിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ് പേൾവെൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. 6ഓളം പ്രൊജക്ടുകളാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ റഫറൽ മാർക്കറ്റിംഗിന്റെ സാധ്യതയെക്കുറിച്ച് സാർ വളരെ നന്നായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ ഒരു ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റർ ആയതിനു ശേഷം ഇപ്പോൾ റഫറൽ മാർക്കറ്റിംഗിലേക്കാണ് സാർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും കുട്ടികളൊക്കെ ഇത് പഠിച്ച് പുറത്തിറങ്ങുകയാണ്. ഇപ്പം ജോലി എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസമുള്ള ആളുകളായി കഴിഞ്ഞാലും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളായി കഴിഞ്ഞാലും ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ സിസ്റ്റത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കരിയറായി ഇത് തിരഞ്ഞെടുക്കാൻ കഴിയും എന്നുള്ളത് സാറിന്റെ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും പറ്റും, കരിയറായിട്ടുള്ള പറ്റും. എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് വന്നിട്ട് അവരുടെ വരുമാനത്തിന്റെ തോത് ഓരോ മാസം വർദ്ധിക്കും തോറും അവരുടെ കരിയറിൻ്റെ അത് ബലം കൂടേ ഉള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ആളുകളുടെ എങ്ങനെയാണ് പ്രതികരണം? പോസിറ്റീവാണോ നെഗറ്റീവാണോ? രണ്ടും ഉണ്ടാവുമെന്നറിയാം. എങ്കിൽ പോലും എങ്ങനെയാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ കൺവിൻസ് ആവുന്നുണ്ടോ? ആളുകൾ കൺവിൻസ് ആവുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തോ ഇതിൽ കഴമ്പിട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ആളുടെ അഫിയർ മാറിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാനിത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും നമ്മുടെ ആൾക്കാർ അല്ലെ അറിയുന്ന ആൾക്കാർ നീ എന്തിനോ ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് വെച്ചത്. എനിക്ക് പറ്റി മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഓക്കെ, 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ട്. ഓക്കെ, ഇവിടെ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് മിക്കവാറും 95% ആളുകൾക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും മനുഷ്യൻ എപ്പോഴും മറ്റൊരു വരുമാന മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ മടി കാണിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് ഇത്തരം ഒരു പ്രൊജക്റ്റ്, പേൾവെൻ ഇന്റർനാഷണൽ പോലുള്ള ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ മറ്റേതൊരു പ്രൊജക്റ്റും തിരഞ്ഞെടുക്കാൻ കാണിക്കുന്ന ധൈര്യമാണ് ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു ശരിയായ തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് സാർ നിങ്ങളോട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടത്. കാരണം ഇദ്ദേഹം ഇതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ഏത് സാധാരണക്കാരനെ പോലെയും വളരെ താഴെയായിരുന്നു. ബിസിനസ് വളരെ നന്നായി ചെയ്യുകയും ഒരു ഭാഗത്ത് കടം പെരുകുകയും ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കയോടെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ സബ്ജക്റ്റ് രാജീവ് സാർ കൃത്യമായി മനസ്സിലാക്കുന്നത്.
അതുകൊണ്ടാണ് വളരെ റിസ്ക് എടുത്തുകൊണ്ട് 13 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ കണ്ട രാജീവൻ സാറും ഇന്നത്തെ രാജീവൻ സാറും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. കാരണം പണം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരാനുള്ള ഒരു വഴി കൃത്യമായി അദ്ദേഹം തുറന്നിടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി ഒരു കരിയർ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകളോട് സാറിനോട് എന്താണ് കൃത്യമായി ഒന്നുകൂടി പറയാനുള്ളത്? അതിനുശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഇതിൽ ധൈര്യത്തോടെ കണ്ടിന്യൂ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു പുതിയ സബ്ജക്റ്റ് വരുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം ജനങ്ങൾക്കില്ല. ഒറ്റയടിക്ക് ഇത് ഫേക്കാണ്. ഒരു വസ്തു പഠിക്കാതെ അത് ഇന്നലെയാണ് ഞാനിപ്പോൾ ഉണ്ടായി. ഇന്നലെ ഉണ്ടായിരുന്നത് ഞാൻ ഒരാ വ്യക്തിയോട് പറയുമ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, വേറെ ആളോട് പറയുന്നത് ഒറ്റയടിക്ക് ഇങ്ങനത്തെ ഒന്നും ചേരാൻ പാടില്ല കേട്ടോ. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് പഠിക്കുക, ചേരണ്ട, ജസ്റ്റ് എന്താണ് പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് പോലും കാണിക്കുക. ഒറ്റയടിക്ക് ഒന്നും അറിയാത്ത ഒരാള് ഒറ്റയടിക്ക് അതിനെ പറ്റി പറയാം, അത് എന്നും ചേരാൻ പാടില്ല. അതിലെന്താ പറഞ്ഞാല് നമ്മുടെ ഏത് സബ്ജക്റ്റ് പുതിയ സബ്ജക്റ്റുകൾ നമ്മുടെ ഗൂഗിൾ പേ വന്നത് നമ്മൾ ആദ്യം എന്താണെന്ന് അറിയില്ല, വളരെ പെട്ടെന്ന് ഫാസ്റ്റ് അതിലേക്ക് പബ്ലിക് വന്നു. അതേപോലെ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അത് ടെക്നോളജി ആയാലും IT ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെന്നായാലും തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സാറിന്റെ ഒരു മകനാണുള്ളത് തോന്നുന്നല്ലേ? എങ്ങനെയാണ് മകൻ ഇതിനോട് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? മകൻ ഇതിനോട് പോസിറ്റീവായിട്ടുള്ള, മകനും ആദ്യം ഫിയർ ഉണ്ടെങ്കിലും മകൻ ആ മീറ്റിംഗിൽ വന്നതോട് കൂടിയിട്ട് അത് കൺവിൻസ് ആയിട്ടുണ്ട്. പിന്നീട് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായ മീറ്റിങ്ങിലൂടെ കൃത്യമായ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും അയാളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾ വൈൻ ഇന്റർനാഷണൽ എന്ന് സാറിന്റെ വാക്കിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.